നല്ല പടമായിരുന്നു, നമ്മൾ കണ്ട പടം തന്നെയല്ലേ. അപ്പോൾ കൊച്ചിലെ കണ്ട പടം നമ്മളിപ്പോൾ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. സൂര്യന് ഇഷ്ടമാണ് എന്ന് കണ്ടു, അത്ര. ആ ടൈമിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ കാണാൻ നമുക്കൊരു ഭാഗ്യം കിട്ടുകൊണ്ട് വന്ന് കണ്ടു, സന്തോഷം. അടിപൊളിയായിരുന്നു. സൂര്യ ഫാൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചു. മൂവി അടിപൊളിയായിരുന്നു. പണ്ട് കുഞ്ഞിലെ ടി വിയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഫാൻസിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഓളം ഉണ്ടായിരുന്നു തിയേറ്ററിൽ. എടുത്തു പറയേണ്ടതായിട്ട് തിയേറ്ററിൻ്റെ ഓളവും പിന്നെ അഫ്കോഴ്സ് സൂര്യ അടിപൊളിയായിരുന്നു. കൊച്ചിലെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പോൾ റിലീസ് വരുന്നത് കൊണ്ട് ഭയങ്കര കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലെ ഫാൻ ഷോയ്ക്ക് വരുന്നതും. എനിക്ക് ഇവരുടെ കോംബോ ഇഷ്ടമാണ്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട സൂര്യയുടെ ആക്ടിങ് സ്കിൽസാണ്. ഉറപ്പായിട്ടും കിട്ടും. ലൈക്ക് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ തിയേറ്ററിൽ. അപ്പം ലൈക്ക് നമുക്ക് ആദ്യമായിട്ട് കാണുന്നൊരു ഫീൽ തന്നെ കിട്ടും. എത്ര വട്ടം വേണോ കാണാം, ഒരിക്കലും ബോറിംഗ് അല്ല, നല്ലതാണ്. എടുത്ത് പറയാനുള്ള സൂര്യയുടെ ആക്ടിങ് സ്കിൽസ് തന്നെയാണ്. അതെ, അടിപൊളി പടമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആയപ്പോൾ എന്തായാലും വരും. പണ്ട് കണ്ട പടമാണ്. ഇപ്പോൾ വേറെ ആരും ഇറങ്ങിയിട്ടുണ്ട്, അതും കണ്ടായിരുന്നു. ഇതുപോലെ അണ്ണൻ്റെ പടം ഇറങ്ങിയിട്ട് 1.5 വർഷമായി. അപ്പോൾ ഈ നല്ല പടങ്ങൾ ഇങ്ങനെ ഇറക്കുന്ന ഇടക്കിടക്ക് നല്ലതാണ്. ഫാൻസുകാർക്ക് ഒരു ഇതാവും. ഇഷ്ടം പോലെ കേട്ടോ, 10-15 വട്ടം കണ്ടുകൊണ്ട്. ഇല്ല, തിയേറ്റർ കണ്ടിട്ടില്ല. തിയേറ്റർ കാണാൻ ഭാഗ്യം കിട്ടിയോണ്ട് വന്നത്. ടി വിയിലും ഫോണിലൊക്കെ മാത്രമേ കണ്ടുള്ളൂ. അതാ വന്നത്. ഉറപ്പായിട്ട് പണ്ട് അണ്ണൻ്റെ മെയിൻ ആയിട്ടുള്ള പടങ്ങളൊക്കെ ഗജനി, വാരണായിരം, അങ്ങനെ കുറേ പടങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വീണ്ടും വരുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് കണ്ടിരിക്കും. എടുത്തു വരുന്നത് നമ്മൾ ഫാൻസുകാരുടെ വരുന്നത് കാണുന്നത് തന്നെയാണ് എക്സ്പീരിയൻസ്. അല്ലാതെ നമ്മൾ വിഷ്വൽ എഫക്റ്റും കൊള്ളായിരുന്നു. എന്നാലും അതൊന്നും നമ്മൾ നോക്കിയിട്ടല്ല വരുന്നത് ഈ പടങ്ങളൊന്നും കാണാൻ. പണ്ടത്തെ പടങ്ങൾ നമുക്ക് അതിൻ്റെ ഇതുണ്ടെന്ന് അറിയാം.